ഈ പോർഷനിൽ പഠിക്കാനുള്ളത് ഫേസ് ട്രാൻസിഷൻ ആണ്. അപ്പോൾ ഫേസ് ട്രാൻസിഷൻ്റെ വളരെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള സ്റ്റഡി മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഫേസ് ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം, ഫേസ് ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ സ്റ്റേറ്റിൻ്റെ ചേഞ്ച് എന്നാണ് നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ആൻസർ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഫേസ് ട്രാൻസിഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹാൻഡ് ഫുൾ ഓഫ് എക്സാമ്പിൾസ് ആർ ദെയർ ഓൾസോ അല്ലേ. അതായത് ഐസ് മെൽറ്റ് ചെയ്ത് വാട്ടർ ആകുന്നു, വാട്ടർ ബോയിൽ ചെയ്യുമ്പോൾ അത് സ്റ്റീം ആകുന്നു, സോളിഡ് സ്റ്റേറ്റിൽ നിന്നും ലിക്വിഡ് സ്റ്റേറ്റിലേക്കും ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്നും ഗേഷ്യസ് സ്റ്റേറ്റിലേക്കുമുള്ള ഫിസിക്കൽ സ്റ്റേറ്റിൻ്റെ ചേഞ്ച്, അതാണ് നമ്മൾ ഫേസ് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത് ഐസിലെ മോളിക്യൂൾസ്, ഐസ് ഇസ് കൺവേർട്ടഡ് ഇൻ ടു വാട്ടർ. അപ്പോൾ ഐസ് ഒരു ഓർഡർ ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ നിന്നും കുറച്ചുകൂടെ ഡിസോർഡേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്ക് മോളിക്യൂൾസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നു. അത് സ്റ്റീം ആകുമ്പോഴത്തേക്ക് വീണ്ടും കുറച്ചുകൂടെ റാൻഡം ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനിലേക്ക് പോകുന്നു. ഈ ഐസ് ടു വാട്ടർ എന്ന് പറയുന്ന കൺവേർഷൻ നടക്കുന്നത് നമുക്കറിയാം ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്തിട്ടാണ്. ആ ഒരു പർട്ടിക്കുലർ പോയിന്റിലാണ് ഈ ട്രാൻസിഷൻ നടക്കുന്നത്. അതിനെ നമ്മൾ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയും. ഈ ടെമ്പറേച്ചർ അച്ചീവ് ചെയ്യുമ്പോഴാണ് ഈ ട്രാൻസിഷൻ നടക്കുന്നത്. അതുപോലെ ബോയിലിംഗ് എന്ന് പറയുന്നതിനെയും സ്പെസിഫിക് ആയിട്ട് നമുക്കൊരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിനെ വെച്ചിട്ട് നമുക്ക് പറയാം ബോയിലിംഗ് പോയിന്റ് എന്ന് പറയാം. ഇനി വേറൊരു കാര്യം കൂടെ നമുക്ക് അറിയാവുന്നത്, ബേസിക് ആയിട്ട് അറിയാവുന്ന കാര്യം എന്ന് പറയുന്നത് the amount of heat energy absorbed during this phase transition, that is during the melting point, is called the latent heat of fusion. And here from boiling, during the boiling process, the latent heat energy is termed as latent heat of vaporization. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ബേസിക് ആയിട്ട് ഫേസ് ട്രാൻസിഷനെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളാണ്. കുറച്ചുകൂടെ നമ്മൾ ഡീപ്പായിട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് ഉദ്ദേശിച്ചിരിക്കുന്നത് 2 ടൈപ്പ് ഓഫ് ഫേസ് ട്രാൻസിഷനെ കുറിച്ച് പഠിക്കാനാണ്. ഫസ്റ്റ് ഓർഡറും സെക്കൻഡ് ഓർഡറും ഫേസ് ട്രാൻസിഷൻ. അപ്പോൾ ഫസ്റ്റ് ഓർഡർ ഫേസ് ട്രാൻസിഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ മെൽറ്റിങ്ങും ഇവോപ്പറേഷനും ഒക്കെ ഫസ്റ്റ് ഓർഡർ ഫേസ് ട്രാൻസിഷൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ഈ സബ്ലിമേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്, സോളിഡ് സ്റ്റേറ്റിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് പോകുന്ന ആ ചേഞ്ച് ഓഫ് ഫേസിനെയാണ് നമ്മൾ സബ്ലിമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓർഡർ ഫേസ് ട്രാൻസിഷൻ ഈ പറയുന്ന മെൽറ്റിംഗ്, ഇവോപ്പറേഷൻ, സബ്ലിമേഷൻ എല്ലാം പറയുന്ന പ്രോസസ്സിലും നമുക്കറിയാം ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുകയോ ലിബറേറ്റ് ചെയ്യപ്പെടുകയോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ടു, കഴിഞ്ഞ ആ ഫിഗറിൽ കണ്ടതുപോലെ ഒരു റാൻഡംനെസ് ഉണ്ടാകുന്നുണ്ട് മോളിക്കുലാർ ഡിസ്ട്രിബ്യൂഷൻ. അപ്പം നാച്ചുറലി നമുക്ക് എന്ത് പറയാം, എൻട്രോപ്പിക്ക് ചേഞ്ച് ഉണ്ടാകുന്നു എന്ന് പറയാം. അതുപോലെ തന്നെ വോള്യത്തിനും ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഹീറ്റ് അബ്സോർപ്ഷൻ നടക്കുന്നു, എൻട്രോപ്പിയും വോള്യവും ചേഞ്ച് ചെയ്യുന്നു, പക്ഷേ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ റിമെയിൻസ് കോൺസ്റ്റന്റ്. എപ്പോഴും ആ പർട്ടിക്കുലർ ട്രാൻസിഷൻ പോയിന്റിൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ റിമെയിൻസ് കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പോൾ ഈ ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആകുന്നു എന്ന് പറയുന്നത് കൊണ്ട് തന്നെ വി ക്യാൻ term it as the process as an isothermal isobaric process. So first order phase transition is an isothermal isobaric process. Okay, then ഈ വോളിയം, എൻട്രോപ്പി, ടെമ്പറേച്ചർ, പ്രഷർ എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം തെർമോഡൈനാമിക് ക്വാണ്ടിറ്റീസ് ആണ്. അപ്പോൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് നമ്മൾ തെർമോഡൈനാമിക്സിൻ്റെ ഡിഫറെൻ്റ് ആസ്പെക്റ്റ് യൂസ് ചെയ്തിട്ട് കുറച്ചുകൂടെ ഡീപ്പായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് തെർമോഡൈനാമിക് പൊട്ടൻഷ്യലിൻ്റെ ടേമിൽ നമുക്ക് ഫേസ് ട്രാൻസിഷൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ ഗിബ്സ് ഫംഗ്ഷൻ എന്ന് പറയും. ഈ ഗിബ്സ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് it is related to the volume, temperature, pressure and entropy as dG is equal to minus SDT plus VdP. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ എന്താ സംഭവിക്കുന്നത്, dt is equal to 0. So this term goes to 0 and dG is equal to VdP. So from that V is equal to dG by dP at constant temperature. അതുപോലെ തന്നെ കോൺസ്റ്റന്റ് പ്രഷറിൽ ഈ ചേഞ്ച് ഇൻ പ്രഷർ 0 ആകും. സോ ദ റിലേഷൻ ഈസ് ബിറ്റ്വീൻ dG ആൻഡ് മൈനസ് SDT ഓർ ദ എൻട്രോപ്പി ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് dG ബൈ dt. അതായത് വോളിയവും എൻട്രോപ്പിയും ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഓഫ് ദി ഗിബ്സ് ഫംഗ്ഷനായിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ ഈ ഫസ്റ്റ് ഓർഡർ phase transition, ഈ first order derivative of Gibbs function changes discontinuously.
അതാണ് നമുക്ക് ഫസ്റ്റ് ഓർഡർ ഫേസ് ട്രാൻസിഷനെ കുറിച്ച് കുറച്ചുകൂടെ ഡീപ്പായിട്ട് പറയാൻ പറ്റുന്ന ഒരു അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ തെർമോഡൈനാമിക് പാരാമീറ്റേഴ്സ്, തെർമോഡൈനാമിക് ഫങ്ഷൻസ് വെച്ചിട്ട് നമുക്ക് പറയാം, തെർമോഡൈനാമിക് ക്വാണ്ടിറ്റീസ് വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് ഓർഡർ ഫേസ് ട്രാൻസിഷനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ.